ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ ആകുലപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ വേണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആകുലതകളും നാളെയെക്കുറിച്ചുള്ള ആധികളും ഇപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ ആകുലത നീക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള കാലം കർത്തൃവേലയിൽ വ്യാപൃതരാകാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ മറ്റുള്ളവർക്ക് ആകുലത കൊടുക്കാതെ മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നവരായി തീരാൻ അവിടുന്ന് ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 9, 10 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പൊസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും രോഗശാന്തി ആവശ്യമായിരിക്കുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളാക്കി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ജീവിതത്തിൻ്റെ 33 വർഷത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുമ്പോൾ അവൻ ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യം ഇങ്ങനെ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുത്തു എന്നുള്ളതാണ്. അവൻ പോകുന്ന വഴിയിലുള്ളവർക്കെല്ലാം അവൻ പങ്കുവെക്കുന്നവരുടെ മുഖത്തിന് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഉടനെ അവരെ ആശ്വസിപ്പിച്ച് അവരെ ആനന്ദത്തിലേക്ക് കൊണ്ടുവന്നു. അവരേതെങ്കിലും രീതിയിലൊക്കെ ശാരീരികമായിട്ട് തളർന്നിരിക്കുന്നവരാണെങ്കിൽ ഈശോയുടെ വാക്ക് വഴി, ഈശോയുടെ സ്പർശം വഴിയായിട്ട് അവരെ ആനന്ദത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈവൻ ഇൻ ദ ടൈം ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ സമയത്ത് പോലും ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം പ്രോസസ്സാണ്. അന്ധനായ മനുഷ്യന് മാൽക്കൂസ് എന്നൊക്കെ പാരമ്പര്യം പറയണ അവന് പോലും ഈശോ ചെയ്യണത് ആ കുരിശിൽ കിടന്ന് അവൻ്റെ ചങ്കിൽ കുത്തിത്തറയ്ക്കുന്നവന് പോലും ഈശോ ആനന്ദത്തിൻ്റെ നേർക്കാഴ്ചകൾ നൽകണത് നമ്മൾ കാണാം. എങ്ങനെയാണ് ഈശോയ്ക്ക് ഈ ഒരു ആനന്ദം കൊടുക്കാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈശോയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന ആദ്യത്തെ കാര്യം, ഇവൻ്റെ ഉള്ളിൽ, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ആകുലതയുടെ അംശമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആകുലത ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാനും ഉള്ളിലൊരു ആനന്ദം സൂക്ഷിക്കാനും പറ്റില്ല എന്നാണ് പാരമ്പര്യങ്ങളും ഈശോയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ധ്യാന വിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ ആകുലതയാണോ ഉള്ളത് അതോ ആനന്ദമാണോ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു 75% ഇന്നത്തെയൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനിങ്ങനെ വല്ലാതെ ആങ്സൈറ്റിയുടെ അടിമയായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏതു മേഖലയിലും, ഈവൻ ഒരു മൊബൈലുള്ള മനുഷ്യൻ്റെ കയ്യിൽ പോലും ആകുലതയാണെന്നാണ് പറയുന്നത്. മൊബൈലിൽ തന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കണോ, അങ്ങനെയുള്ളൊരു രോഗം പോലും ഇന്ന് പ്രവലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിങ്സൈറ്റി എന്ന് പറയുന്ന ഒരു അസുഖം. ഫോണിപ്പോൾ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ ആകുലപ്പെടുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ബാഗിലിരിക്കുന്ന ഫോണ് ഇപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവോ, എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടാവോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടുക. ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് ഈ മൊബൈൽ വഴിയായിട്ട് വരുന്നതിൻ്റെ റിങ്സൈറ്റി എന്ന് പറയുന്ന അസുഖങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെ കുറിച്ചും ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജിസ്റ്റുകൾ അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, 75-80% മനുഷ്യരിങ്ങനെ ആകുലതയുടെ പൂർണ്ണരൂപങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
ഒന്ന് വെറുതെ ഒന്ന് നമ്മളോട് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആകുലതകളാണോ അതോ എൻ്റെ ആനന്ദമാണോ എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു നല്ല വ്യാഖ്യാനം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ലൈഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ആകുലപ്പെടാതെ അവൻ ജീവിച്ച് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുത്തു എന്നുള്ളതാണ്. ക്രിസ്തുവിന് ആകുലപ്പെടാനുള്ള കാരണങ്ങളില്ല എന്നാണോ നമ്മുടെയൊക്കെ ചിന്ത? ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാൾ അധികം ആകുലപ്പെടാനുള്ള 100 കണക്കിന് കാര്യങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്തു. നമ്മുടെ മലയാളികൾ നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുമ്പോൾ, അതായത് അറസ്റ്റ് വാറണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു ക്രിസ്തു. അതായത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ കണ്ട പുള്ളിക്കാരനെ പൊക്കിക്കൊണ്ടുപോയി വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ എന്ന് പറഞ്ഞ് ന്യായാധിപ സംഘം ക്രിസ്തുവിനെതിരെ ടാർഗറ്റ് ചെയ്ത മനുഷ്യനാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ ആ പരിസരങ്ങളിലൂടെ പോകാൻ നമുക്ക് പറ്റില്ല സാധാരണ ഒരു മനുഷ്യന്. ഒരു ക്രിസ്തുവിനെ കുറിച്ച് പറയണത് എന്താ? അവനെ എന്നിട്ടും ഈ ജനങ്ങളുടെ മധ്യത്തിലൂടെ നടന്നു എന്ന് പറയണേ. അവനെ കല്ലെറിയാൻ വന്നവരുണ്ട്, അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ വന്നവരുണ്ട്, അവരുടെ അടുത്തോടൊക്കെ അവനിങ്ങനെ ചങ്കൂറ്റത്തോടെ കടന്നുപോയി എന്ന് പറയണേ. ഒരിക്കലും അവൻ ആകുലപ്പെട്ടതിൻ്റെ ഒരു വചനം പോലും നമുക്ക് കാണാനില്ല. ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും ക്രിസ്തു അങ്ങനെ തളർന്നു പോയിട്ട് അല്ലെങ്കിൽ ആകുലപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സാധ്യതകൾ എത്രയായിരുന്നു? സ്വന്തമായിട്ടൊരു വീടില്ല, അബ്ബ എന്ന് പറയാനായിട്ട് അതൊന്ന് വിളിക്കാനായിട്ടൊരു മോനോ അല്ലെങ്കിൽ മകളോ ഇല്ല, അന്തിയുറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു സഖിയോ വേണ്ടത്ര സുഹൃത്തുക്കളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്താ ഉള്ളത്? ഒരു അങ്കുലം ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരാളുടെ പേരാ ക്രൈസ്റ്റ്. എന്നിട്ടും പറയുകയാണ് ഈ 33 വർഷം കൊണ്ട് അവൻ നേടിയെടുത്തു എന്ന് പറയണത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അനേകം ഹൃദയങ്ങളിൽ അവനിങ്ങനെ സ്നേഹത്തിൻ്റെ വസന്തകാലം തീർക്കാന്നുള്ളതാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ നിറയുന്നത് ആ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആനന്ദം നൽകണു എന്നുള്ളതാണ്. ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? ഈശോ ആകുലപ്പെടാതെ ജീവിച്ചതുപോലെ ഈശോയെ ധ്യാനിച്ച് ആകുലതയൊന്ന് നീക്കുക എന്നുള്ളതാണ്. ആകുലത നീക്കാനുള്ള അല്ലെങ്കിൽ ആകുലത മാറ്റി ആനന്ദം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടാനുള്ള ആദ്യത്തെ കാര്യം ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഈശോയെ ഒന്ന് ധ്യാനിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സെമിനാരി ജീവിതത്തിലും എൻ്റെ ലൈഫിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളെക്കുറിച്ച് ആകുലതയുള്ള ആളായിരുന്നു. എന്തിനെക്കുറിച്ചും ആകുലതയോടുകൂടി ഈവൻ പരീക്ഷ സമയങ്ങളിൽ കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയങ്ങളിൽ പോലും പരീക്ഷയിൽ ജയിക്കുമോ എന്നുള്ളതിൻ്റെ പേടിനെ കുറിച്ച് ആകുലതയോട് കൂടിയിട്ട് ആ നാളുകൾ കളഞ്ഞൊരാളാണ്. റിസൾട്ട് വരുമ്പോൾ ജയിച്ചു എന്ന് അറിയുമ്പോൾ പിന്നെ ആ വെക്കേഷൻ സമയം പോയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ആ ദിവസങ്ങൾ ആഘോഷിച്ചില്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത ആകുലത ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ആകുലതയിലൂടെ കടന്നുപോയതാണ്. അപ്പോൾ ഒരു ദിവസമാണ് എനിക്ക് എൻ്റെ ഒരു ധ്യാനഗുരുവായിട്ടുള്ള അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, സ്റ്റാർ നീ കുറച്ച് നേരം ഒന്ന് ക്രിസ്തുവിനെ ധ്യാനിക്കുക. അവൻ ഈ കാറ്റിൻ്റെയും കടലിൻ്റെയും ഒക്കെ മധ്യത്തിൽ നിന്ന് ആ ക്രിസ്തുവിനെ നീ കുറച്ച് നേരം ധ്യാനിച്ചേ. അല്ലെങ്കിൽ അവനെ പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് അവനെ എത്ര ശാന്തമായിട്ട് ഡീൽ ചെയ്തെന്നുള്ളത് എൻ്റെ മോൻ വ്യാഖ്യാനിക്കുക. ഞാനിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇടവകയിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ആകുലതയൊക്കെ വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഈശോയുടെ ആ ഒരു കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈശോ ശാന്തമായി നിൽക്കുന്നത് ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഒരു നല്ലൊരു വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് പറ്റിയൊരു ഭാഗം എന്നുള്ളത് അത് ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ അവനെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ഭാഗമാണ്. ഈശോയും ആ വഞ്ചിയിലുണ്ടായിരുന്നതാ. ശിഷ്യന്മാർ മുഴുവൻ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ മുങ്ങാൻ പോണു, ഞങ്ങൾ മരണം അടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആകുലതയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവിടെ അമരത്ത് കിടന്നുറങ്ങുന്ന ഒരു ഈശോ. ഒരാകുലതയില്ലാതെ ഈശോ ഇങ്ങനെ പതുക്കെ എന്നിട്ട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നേ? എന്തിനാ നിങ്ങളിങ്ങനെ ചെയ്യണേ? ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പിതാവായ ദൈവത്തിന് പറ്റില്ലേ? അങ്ങനെ ആകുലപ്പെടാതെ ഈശോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ ഈ ദിവസങ്ങളിൽ കുറച്ച് നേരം ഒന്ന് മിഴിപൂട്ടി ധ്യാനിക്കുമ്പോൾ സ്നേഹിതരെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചീനെ ഞാനിങ്ങനെ പരിചയപ്പെടുക. ഏതാണ്ട് കുറച്ചധികം ലക്ഷം രൂപ കടം ഉള്ളൊരു സ്ത്രീയാണ്. ഏതാണ്ട് 25-30 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട്. മക്കളെ പഠിപ്പിക്കണം, ജീവിത പങ്കാളി ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് ആ നാട്ടുകാരും അവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? അച്ഛാ, എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ഉറങ്ങുന്നേ? ഉച്ചയ്ക്ക് പോലും കുറച്ച് നേരമൊക്കെ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റണു, രാത്രി ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ അമ്മയെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നേ? ഇത്രയും ബാധ്യതയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ അമ്മ ഇങ്ങനെ പതുക്കെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈശോയുടെ ഇങ്ങനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കണ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അച്ഛാ അതിൽ നോക്കി, ഈശോയുടെ ജീവിതത്തിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആ ഈശോ എന്നിട്ട് ഇത്രയും ശാന്തമായിട്ട് നിന്നെങ്കിൽ ആ ഈശോ എന്നെ സ്നേഹിക്കണം, ഞാനെന്തിനാച്ച എങ്ങനെ ആകുലപ്പെടണേ? കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.
എൻ്റെ ആകുലതകളും എൻ്റെ ഭാരങ്ങളും എൻ്റെ ഉത്കണ്ഠകളും ഒക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ആകുലപ്പെടണേ? എൻ്റെ കർത്താവ് എനിക്ക് കാവൽ നിൽക്കും, കർത്താവ് എൻ്റെ ഇടയനാണ്, കർത്താവിൻ്റെ സംരക്ഷണയിൽ ഞാൻ ജീവിക്കണമെന്നൊക്കെ പറയുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല അച്ഛാ. 25 ആവട്ടെ 30 ലക്ഷം ആവട്ടെ, കർത്താവ് അത് പരിഹരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ആകുലപ്പെടുന്നത് മുഴുവൻ നമ്മളല്ലേ സ്നേഹമുള്ളവരെ? ഈ ശിഷ്യന്മാരൊക്കെ പറഞ്ഞ പോലെ ശിഷ്യന്മാരൊക്കെ പറയുന്ന വാക്കുകൾ കാണുമ്പോൾ ഒരുപക്ഷെ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഈശോ തന്നെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കിട്ടാം. ഈശോക്ക് അറിയാം ഇതൊന്നും നടക്കണ കാര്യമില്ല എന്ന്. എന്നിട്ട് ഈശോ അവരുടെ അടുത്ത് സിമ്പിളായിട്ട് അവരുടെ അടുത്ത് പറയാം, കൊടുക്കുമോ അവർക്ക് ഭക്ഷണം? അപ്പോഴേക്കും അവർ ടെൻഷൻ ആവുക. അപ്പോൾ ഈശോ ടെസ്റ്റ് ചെയ്യണത് അവരെങ്ങനെയാണ്? നിങ്ങൾ ആകുലപ്പെടുന്നവരാണോ അതോ ഈശോ നിനക്കറിയാലോ എന്നുള്ള ഒരു വാക്ക് പറയുന്നൊക്കെ ഈശോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ ആകെ 5 അപ്പമുള്ളൂ 2 മീനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു പരാതിപ്പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഈശോയുടെ മുമ്പിൽ നിർത്തിച്ചിട്ട് പറയാം, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകണം, നാട്ടിൽ പോകണം. അപ്പോൾ ഈശോ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് പറയാം, നിങ്ങൾ എന്തിനാ അവരുടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു? ഇത്രയേ ഉള്ളൂ. ഈശോ പറയണ വാചകത്തിൻ്റെ പ്രസക്തി നോക്കി സ്നേഹമുള്ളവരെ ഇവൻ പറയാം, അവിടെ ഇരിക്കാൻ പറയേ, ഇങ്ങനെയൊന്നും ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. നമ്മളിങ്ങനെ ഇത്രയൊക്കെ ആകുലപ്പെടേണ്ട എന്താവശ്യ സ്നേഹമുള്ളവരുള്ളത്? ചില അമ്മമാരൊക്കെ ഒരു 18 വയസ്സായിട്ടുള്ള മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് പറയാം, അച്ഛാ കല്യാണം ആയിട്ടില്ല കേട്ടോ. ചോദിച്ചു വയസ്സ് എത്രയും? നമ്മൾ ഒരു 10-25 വയസ്സൊക്കെയാന്ന് വിചാരിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് 18 അച്ഛാ. 18 ആയുള്ളൂ അമ്മേ. അപ്പം അതിന് പറയാം, അയ്യോ അച്ഛാ അങ്ങനെയല്ല, ഇനി ഇവളെ കെട്ടിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ എന്ത് പെട്ടെന്ന് നമ്മളിങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നെർവസ് ആയിക്കൊണ്ടിരിക്കണേ. ഒരു ചെറിയൊരു പ്രസംഗം പറയുമ്പോൾ അല്ലെങ്കിൽ ഇടവകയിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു തിരുവചനം വായിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഇങ്ങനെ എന്തിനു പെട്ടെന്ന് ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കണം, ഞങ്ങളത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെയൊന്ന് ഈ ഒരു ധ്യാനത്തിൻ്റെ ഇങ്ങനെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ ഓർക്കാം, മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാനും എൻ്റെ ഉള്ളിൽ ആനന്ദം കിട്ടാനുമായിട്ട് എൻ്റെ ഈ ആകുലതയൊക്കെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഈ ആകുലത മാറ്റാനുള്ള ആദ്യത്തെ സൂത്രവാക്യം എന്ന് പറയുന്നത് ആ ഈശോയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ബോബി ജോസച്ചിനൊക്കെ ആയിട്ടൊരു അല്പം സ്നേഹമുള്ള അച്ഛനൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ കാര്യം എങ്ങനെയാണ്, അച്ഛനിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, സ്റ്റാഴ്സ് നീ ആ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഈശോയുടെ കൂടെ ഇരുന്നാൽ മതി. നീ ഇത്രയും ആകുലപ്പെടേണ്ട കാര്യം അല്ലെങ്കിൽ സീഡിനെ കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ ഒന്നും ഇത്രയും ബഹളം വെക്കണ്ട. ഞാൻ ഓർക്കായിരുന്നു അച്ഛൻ്റെ അവിടെ നിന്ന് അച്ഛൻ്റെ പബ്ലിക്കേഷൻ തിയോ ബുക്സിൽ നിന്ന് ഒരു പുസ്തകം ഇറക്കാനായിട്ട് ഞാനിങ്ങനെ തിരുത്തിയെഴുത്തുന്നൊരു പുസ്തകം അച്ഛനെ ഏൽപ്പിക്കാം. അപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാനിങ്ങനെ അച്ഛനെ ഫോൺ ചെയ്തിട്ട് പറയാം, അച്ഛാ എന്തായി പുസ്തകം ഇറങ്ങാറായി അച്ഛാ പുസ്തകം ഇറങ്ങി. അപ്പോൾ കുറേ നാൾ അച്ഛനിങ്ങനെ നിശബ്ദതയൊക്കെ പാലിച്ചിട്ടൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റാഴ്സ നീ എന്തിന് ഇങ്ങനെ ആകുലപ്പെടണേ? അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇറങ്ങിയോളൂ സ്റ്റാഴ്സ. നീ എഴുതുന്നുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടിയല്ലേ എഴുതണേ. ഈ ഒരു വാചകം കേട്ടിട്ടുള്ളൂ, ഒരു 3-4 സെൻറ്റൻസ് കൊണ്ട് അച്ഛൻ ഇതൊക്കെ പറഞ്ഞു തീർത്തില്ല. പക്ഷേ ഇപ്പോഴും പിന്നെ എനിക്ക് അച്ഛനെ കാണാനുള്ളൊരു പേടിയുണ്ട്, അച്ഛനടുത്ത് സംസാരിക്കാനുള്ള പേടിയുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യം, നീ എന്തിനാകുലപ്പെടണം അതിൻ്റെ പൂർണ്ണതയിൽ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ആ പുസ്തകമൊക്കെ ഇങ്ങനെ ഒത്തിരി പോകണോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയുമ്പോൾ ഉള്ളത് അന്ന് ആകുലപ്പെട്ടതിൻ്റെ എന്താ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? എന്നിട്ട് അച്ഛന് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, സ്റ്റാഴ്സ് ആകുലപ്പെട്ടതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമ്മുടെ ചില ആകുലതകൾ മാറ്റിയിട്ട് ഉള്ളിലൊരു ആനന്ദത്തിൻ്റെ ഒരു മുഖഭാവം നമുക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ ആദ്യത്തെ സുവിശേഷമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം ഒന്ന് കുറേ കൂടി വിശാലമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഈ ആകുലതകളൊക്കെ അതിജീവിക്കാനുള്ള ഒരു സൂത്രവാക്യം. നമ്മൾക്കിങ്ങനെ ഹൃദയം ഇങ്ങനെ വല്ലാതെ ചുരുക്കണു എന്നുള്ളതാണ് ഈ ആകുലതകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കൾച്ചറിലൊക്കെ എന്ത് ചെയ്യണത്, എല്ലാം ഇങ്ങനെ ഒക്കെ സ്വന്തമാക്കുക എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ. 11-12 ഒക്കെ മക്കളുള്ള കൂട്ടുകുടുംബത്തിലുള്ളതിൻ്റെ ഒരു ഊർജവും പ്രസരിപ്പും ഒന്നും 2 മക്കളുള്ള കുടുംബങ്ങളൊന്നും കാണുന്നില്ല. 2 മക്കളുള്ളൂ, എന്നിട്ട് അതിലൊന്നും ഒരു കൃപയുള്ളതായിട്ട് കാണാത്തതിൻ്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ്, ഇവരുടെ ഹൃദയമൊന്നും തീരെ വിശാലമല്ല. ഈ ദിവസങ്ങളൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ സ്കൂളുകളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽമാരും ടീച്ചർമാരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അച്ഛാ ദേ ആർ ടു സെൽഫിഷ്നെസ്. അവരുടെ ഹൃദയം ഒരു വിശാലമായിട്ട് കാണില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ദേ ആർ ടു നെർവസ്. ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ആകുലപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷയെ കുറിച്ചും ഒരു നാളെ നടക്കാതിരിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ ഈ മക്കളിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ളൂ, ഈ ഹൃദയം ഒന്ന് കുറേയും കൂടിയൊക്കെ ഒന്ന് വിശാലമാക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ കാര്യങ്ങൾ കുറേയും കൂടിയൊക്കെ സെറ്റിലാവും എന്നുള്ളതാണ്. അത് ശ്രീബുദ്ധൻ അവൻ്റെ ശിഷ്യനായ രാഹുലിനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടാണ്. അതുപോലെ രാഹുല, നീ എന്തിനെങ്ങനെ ആകുലപ്പെടണേ? നീ ഭൂമിയിലേക്ക് നോക്കുക എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോൾ ഭൂമിയിൽ നോക്കുമ്പോൾ എന്താ
അപ്പം അതിന് ഈ ശ്രീബുദ്ധൻ പഠിപ്പിക്കുക, ഈ ഭൂമി അതിലേക്ക് എന്ത് വേസ്റ്റ് ഇട്ടാലും എത്ര നല്ലതാവട്ടെ ചീത്തയാവട്ടെ അതിനെല്ലാം ഉൾക്കൊള്ളുക. ഈ ഉൾക്കൊള്ളുന്ന പോലെ നിൻ്റെ മനസ്സ് നീ ഉൾക്കൊള്ളാൻ തുടങ്ങുക. നീ വെള്ളത്തിലേക്ക് നോക്ക്. വെള്ളത്തിലേക്ക് ഇടുന്ന എന്ത് മാലിന്യങ്ങളാവട്ടെ, എന്ത് നല്ലതാവട്ടെ, പൂവാവട്ടെ പുഴുവാവട്ടെ, വെള്ളം മുഴുവൻ, ആ പുഴ മുഴുവൻ അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. ഇതുപോലെ നിൻ്റെ ഹൃദയവും വിശാലമാക്കിയിട്ട് നീ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ തുടങ്ങുക. അത് പതുക്കെ പതുക്കെ നിൻ്റെ ജീവിതത്തിന് ഒരു തെളിച്ചം നൽകും എന്നിങ്ങനെ പഠിപ്പിക്കുക. ഈശോ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആകുലപ്പെടാതെ ഹൃദയം വിശാലമാക്കിയിട്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൃദയവിശാലതയുടെ പാഠം എനിക്കില്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ആനന്ദത്തിൻ്റെ വഴികൾ കണ്ടെത്തില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഇങ്ങനെ എന്തിലും കുറച്ച് നന്മ കാണാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഈ ആകുലത എന്ന് പറയുന്ന പ്രശ്നം തീർക്കാനുള്ള ഏറ്റവും നല്ല മെഡിസിൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. എന്തിൻ്റെ ഉള്ളിൽ ഒരു അല്പം നന്മയുണ്ടെന്ന് കണ്ടെത്തി തുടങ്ങുമ്പോൾ പിന്നെ ആരും ആകുലപ്പെടില്ല. എത്ര വലിയ പ്രശ്നം നമ്മുടെ മുൻപിലുണ്ടെങ്കിലും അതിനപ്പുറത്തൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ മാത്രമാണ് വിജയികളായിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ പ്രോബ്ലംസിൻ്റെ ഉള്ളിൽ തട്ടിത്തടഞ്ഞ് വീണ മനുഷ്യരാണ് നമ്മൾ ചരിത്രത്തിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു അല്പം നന്മ കണ്ടു തുടങ്ങി. ആ നന്മ കാണുന്നത് തന്നെ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആകുലത ഇങ്ങനെ മാറ്റുന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഗുരു ഇങ്ങനെ ശിഷ്യന്മാരെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഒരു ദിവസം ഗുരുവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോവുക. അപ്പം ഇങ്ങനെ നടന്നു പോണ വഴിയിൽ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊട്ട ചാരം എടുത്ത് ഈ പറയുന്ന ഗുരുവിൻ്റെ തലയിലേക്ക് ഇടുക. ഈ ഗുരുവിൻ്റെ തലയിലേക്ക് ഈ ചാരം വീണ ഉടനെ തന്നെ ബാക്കിയുള്ളവർ മുഴുവൻ ഇങ്ങനെ നെർവസ് ആവണോ, അല്ലെങ്കിൽ എന്തെങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗുരു എന്ത് ചെയ്യുക, ഗുരു പതുക്കെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തൊരു പ്രാർത്ഥന നടത്തുക. എൻ്റെ ദൈവമേ, തീക്കാനിൽ എൻ്റെ തലയിൽ ഇടാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അത്രയും നീചകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനാ. പക്ഷെ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ എൻ്റെ തലയിൽ തീയലല്ലോ ഇട്ടത്. നീ ഇട്ടത് വെറും ചാരമല്ലേ. അതുകൊണ്ട് നിനക്ക് മഹത്വം, നിനക്ക് നന്ദി. അപ്പോൾ ഇത് കേട്ടിട്ട് ശിഷ്യന്മാരിങ്ങനെ പതുക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഗുരു ഇങ്ങനെ ശിഷ്യന്മാരുടെ അടുത്ത് പറയുക, എന്തിൻ്റെ ഉള്ളിലും ഒരല്പം നന്മയുണ്ട്, എന്തിൻ്റെ ഉള്ളിൽ അല്പം നന്മയുണ്ടെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ ഇത്രയും നിങ്ങളിങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമില്ല. അത് ആരാ വലിച്ചെറിഞ്ഞ്, എന്തിനാ വലിച്ചെറിഞ്ഞതിനെ കുറിച്ചൊന്നും നീ ബോധറാവണ്ട, നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. ആ ശിഷ്യന്മാർ മുഴുവൻ പിന്നെ ഗുരുവിനോട് ചേർന്ന് നിന്ന് ആകുലതയില്ലാതെ ജീവിച്ചു നോക്കിയുള്ള ഒരു ബുദ്ധ പാരമ്പര്യങ്ങളിലുള്ള ഒരു കഥ ഇങ്ങനെ ഓർക്കുക. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വേണം. ചിലപ്പോൾ ചാരം വീണ പോലെ, ഈ പറയുന്ന ഗുരുവിൻ്റെ തലയിൽ ചാരം വീണ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കും. ഒന്നും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വീഴുമ്പോൾ എന്തേന്നൊക്കെ ചോദിക്കണ അവസ്ഥകളുണ്ടായിരിക്കാം. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റും, ഇതിനപ്പുറത്ത് ഒരു നന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ പറ്റുമോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊക്കെ ഒരു നന്മയുണ്ടെന്ന് എനിക്ക് കണ്ടെത്താനായിട്ട് പഠിക്കുമ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് ടെൻഷനില്ല. അതാ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റൊക്കെ കയറിയ മനുഷ്യനെ കുറിച്ചുള്ളൊരു കാര്യം കേട്ടിട്ടില്ലേ? മോണ്ടുഗോറി എന്നാ പേര്. ഇയാൾക്ക് കാലില്ല. ഈ മോണ്ടുഗോറിയാണ് എവറസ്റ്റ് മലയുടെ മുകളിലിങ്ങനെ അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിലെത്തി നിൽക്കണേ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയേ, എങ്ങനെയാണ് ഈ പറയണ ഈ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയും ചോദിച്ചു കഴിയുമ്പോൾ മോണ്ടുഗോറി എന്ന് പറയണ ആ മനുഷ്യനിങ്ങനെ പറയണ കാര്യം എങ്ങനെയാണ്, എൻ്റെ ഈ കാലില്ലാത്തതാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം. വേണമെങ്കിൽ തളർന്നു പോയിരുന്നു ജീവിതം, കാലില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യന് വേണമെങ്കിൽ ലൈഫിന് ഇങ്ങനെ നിരാശപ്പെട്ടും അല്ലെങ്കിൽ ആകുലപ്പെട്ടും ഒക്കെ കടന്നു പോയിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്, ഇത്രയും വലിയ ആ മലമുകളിൽ കയറിയിട്ട് ഒറ്റക്കാലിൽ സഞ്ചരിക്കുന്ന പോലെ കാലില്ലാത്ത ഈ മനുഷ്യൻ എൻ്റെ മുകളിൽ കയറി എന്നിട്ട് പറയാണ്, എൻ്റെ കുറവാണ് എൻ്റെ വിജയം. ചിലപ്പോഴൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യമുള്ള സാധാരണ മനുഷ്യരല്ലേ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, എൻ്റെ ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അല്പം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പോളിയോ വന്ന കാലിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു അപ്പച്ചനുണ്ട്. ഇടവകയിൽ 110 വീടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലിന് സ്വാധീനം ഇല്ലാത്ത, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ അപ്പച്ചനൊക്കെയാണ്. കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ഈ മനുഷ്യനോട് തൊട്ട് മുത്താൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. വലിയൊരു അപകടത്തിൽ പെട്ടൊരു അപ്പച്ചനിങ്ങനെ ആശുപത്രിയിൽ എടുക്കാം.
അപ്പോൾ ഈ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് നിൽക്കുന്നത് ഈ അപ്പച്ചനാണ്. കാലിന് സുഖമില്ലാത്ത അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങൾ ഒരുപാടുള്ള ഈ അപ്പച്ചനാണ് അതിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചറിയിക്കണോ, നാട്ടുകാരുടെ അടുത്ത് പറയണോ, അല്ലെങ്കിൽ അച്ഛനായ എന്നെയൊക്കെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓർത്തത് ഇങ്ങനെയാ, ഈ 2 കൈയും 2 കാലും ഇതൊക്കെയുള്ള നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. കുറവുള്ള മനുഷ്യരാവട്ടെ അതൊന്നും സാരില്ല, ഈ കുറവിൻ്റെ ഉള്ളിലും നിറവുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ സമാപനത്തിലേക്കൊക്കെ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങളിലേക്കൊന്ന് മനസ്സിനെ ഒന്ന് ഒരുക്കാൻ ആഗ്രഹിക്കുക. അതൊന്നും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് ഇനി മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കണം. ഇന്നേ വരെ നീ കൊടുത്തതൊക്കെ ഒരു പക്ഷേ സങ്കടമോ അല്ലെങ്കിൽ വേദനയോ അല്ലെങ്കിൽ മുറിപ്പെടുത്തലോ എന്തും ആവട്ടെ. പക്ഷെ ഇന്ന് ഈ തിരുവചനം നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും നീ നിൻ്റെ കയ്യിലുള്ളത് ഈശോയ്ക്ക് കൊടുക്കുക. ഇവിടെ അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് ഭാഗത്ത് വെറുതെ അപ്പം വർദ്ധിപ്പിച്ചു എന്നുള്ള സംഭവം അല്ല ഇതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കണേ. മറിച്ച് ഇങ്ങനെയാണ് ഈ ശിഷ്യന്മാർ അവരുടെ ആകുലതകളും അവരുടെ വേദനകളും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഈശോ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈശോയിലേക്ക് തുറക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മീയതയുടെ ഉത്സവകാലം ഇവർക്ക് സ്വന്തമാവാം. എന്നിട്ട് ഇവർ വഴിയായിട്ട് എന്ത് ചെയ്യുക, അനേകർക്ക് ആനന്ദം കൊടുക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കൾച്ചറിലേക്ക് അവരെത്തുക. നമുക്കിങ്ങനെ ഈ ഒരു വചന വ്യാഖ്യാനം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നിൻ്റെ ഉള്ളിൽ ആകുലതകൾ ഉണ്ടെങ്കിൽ നീ ഇന്നു മുതൽ ഈശോയെ കുറേയും കൂടി ആത്മാർത്ഥമായി ആത്മീയമായി ധ്യാനിക്കാൻ തുടങ്ങുക. അവൻ ആകുലപ്പെടാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങുക. 2, നിൻ്റെ ഹൃദയം ഒന്ന് കുറേ കൂടി വിശാലമാക്കി തുടങ്ങുക. 3-ാമത്തെ കാര്യം, എല്ലാത്തിൻ്റെ ഉള്ളിലും കുറച്ച് നന്മ കാണാൻ തുടങ്ങുക. ഇങ്ങനെ ഈ 3-4 കാര്യങ്ങൾ നിൻ്റെ ലൈഫിൽ നീ സംജാതമാക്കുമ്പോൾ പിന്നെ നിന്നെ കാണുന്നവർ പതുക്കെ പുഞ്ചിരിച്ചു തുടങ്ങും. നിൻ്റെ സാന്നിധ്യം വഴിയായിട്ട് അപരനിങ്ങനെ ആനന്ദത്തിൻ്റെ ഒരു കുളിർത്തന്നൽ പോലെ ആയിട്ട് തീരും. നിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ തേന്മഴ പോലെയായിട്ട് തീരും. നിൻ്റെ സ്പർശം അത് സൗഖ്യത്തിൻ്റെ സ്പർശമായിട്ട് തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചനധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ ഉള്ളിലുള്ള ആകുലതയും അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതിനെക്കുറിച്ചുള്ള ആകുലതയാൽ ക്ലേശിക്കുന്ന ഞങ്ങൾ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തതിനെക്കുറിച്ചുള്ള ആകുലതകൾ, ഏതെങ്കിലും രോഗാവസ്ഥകളെക്കുറിച്ചൊക്കെ ഇട്ട് ഇതൊരു കിടപ്പ് രോഗിയെപ്പോലെ ആയിത്തീരുമോ എന്ന ആകുലതയിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക പരാധീനതയിലൂടെ, സാമ്പത്തികമായ വലിയ നഷ്ടങ്ങളിലൂടെ, പരാധീനതയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ചില സങ്കടകരമായ അനുഭവങ്ങൾ, വേർപെട്ടു പോയ ചില ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആകുലതകൾ ഈശോയെ ഇപ്പോൾ അങ്ങ് പരിഹരിച്ച് ഇതിനേക്കാൾ അപ്പുറത്ത് അങ്ങയുടെ ഒരു ആനന്ദത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ഈ തിരുവചനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ആനന്ദത്താൽ നിറയ്ക്കാൻ ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മോക്ഷവാസികളെ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.